ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അത് കാരണം നമ്മൾ ഇന്ന് CPM 2 വന്നിരിക്കുന്നത്. കുറേ കൂട്ടുകാർ ചോദിച്ചാണ്, ബ്രോയുടെ പണ്ടത്തെ BM എന്ത് ചെയ്യേ ബ്രോ, അതായിരുന്നു കുറച്ചുകൂടെ അടിപൊളി. നമ്മുടെ കൃഷ്ണൻ്റെ BM ഇഷ്ടപ്പെടാത്തവരുണ്ട് ഗൈസ്. എന്തായാലും ഞാൻ അത് കാരണം നമ്മുടെ CPM 2 ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്താണ് നമ്മൾ ഒറിജിനൽ കഥകളിയുടെ വർക്കുള്ള BM കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ചെക്കൻ ഗൈസ്, ഏതല്ലേ ലുക്ക്. ഞാൻ ആദ്യം ഇതിൻ്റെ അകത്താണ് വർക്ക് ചെയ്യിപ്പിച്ചത്. ഇതിൻ്റെ അകത്ത് വണ്ടി ഇതിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ട് ഗീസ്, ഞാൻ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഈ കുറേ കൂട്ടുകാരെൻ്റെ എനിക്ക് ചോദിച്ചൊരു കാര്യമാണ്, ബ്രോ എന്താണ് വീഡിയോ ഇടാത്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ വന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഗീസ് എനിക്കാണെങ്കിൽ ഫോണിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ലാഗായിപ്പോയി. ഇനി അങ്ങോട്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും ഗൈസ്. പിന്നെ ഈ CPM കളിക്കുന്ന കൂട്ടുകാരുണ്ട്, നമ്മളാണെങ്കിൽ താഴെ ഒരു വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ഒരു വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ആയിരിക്കുക. നമ്മൾ CPMൻ്റെ ഒരു CPM 2 റൂമൊക്കെ ഇടുമ്പോൾ എല്ലാ കൂട്ടുകാരെയും വിളിക്കുന്നതായിരിക്കും. CPM 2 കളിക്കാനായിട്ട് ഇന്ന് ആൾ കുറവാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നി. ഇപ്പോൾ എല്ലാ കൂട്ടുകാരും CPM 1 കളിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ CPM 1 CPM 2 കളിക്കുന്നവരാണോ അല്ലേ ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് 1 ആണോ 2 ആണോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ അടുക്കാണ് ഒരു മച്ചാൻ ഒരു സിവിക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട് ഗൈസ്. എത്ര നാളായി കണ്ടിട്ട്. കുറേ യൂട്യൂബേഴ്സ് ഒക്കെ വന്നു ഇപ്പൊ ബ്രോ കഴിഞ്ഞ്, അവര് വരെ രക്ഷപ്പെട്ടു പോയി കേട്ടോ. ബ്രോ ഇങ്ങനെ വീഡിയോ ഇടാതെ ഞാൻ വീഡിയോ ഇടാതിരുന്നല്ലേ, എൻ്റെ ഫോണിനാണ് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടോ, അത് കാരണമാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. നീയൊക്കെ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ ഒരിക്കലും ഞാൻ വീഡിയോ ഇടാതിരുന്നതല്ല. എനിക്കാണെങ്കിൽ ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ വന്നായിരുന്നു. അത് കാരണം നമ്മൾക്ക് അത് റെഡിയാക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഗൈസ്. എന്തായാലും നമ്മളിപ്പോൾ ആണെങ്കിൽ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി തൊട്ട് അങ്ങോട്ട് വീഡിയോ ഇടും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം എത്ര കൂട്ടുകാർ ഈ ഒരു റൂമിൽ വരുമോയെന്ന്. അപ്പോഴത്തേക്കും ആ ഒരു മച്ചാനാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ അത് കേട്ടില്ല ഗൈസ്. പുള്ളിയാണ് എൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. ഒരിക്കലും ഞാൻ വീഡിയോ ഇടാതിരുന്നല്ല ഗീസ്, നമ്മുടെ ഫോണിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ പറ്റും ഗീസ്, ലോങ് വീഡിയോ അങ്ങോട്ട് ഇടാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഗീസ് നമ്മളാണെങ്കിൽ ഇന്നത്തോട്ട് അങ്ങോട്ട് കിടിലം പോലെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും. എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു മീറ്റപ്പ് വെച്ചതാണെന്ന് നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എത്ര കൂട്ടുകാർ വരുമോ നോക്കാം. ഇവിടെയായിട്ട് ഒരു മച്ചാനാണ് BM കൊണ്ടുവന്നിട്ട് അനങ്ങാതെ കിടക്കുവാണ്. പുള്ളി എന്താണ് അങ്ങോട്ട് വരാൻ ചെയ്യുന്നത് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഈ പുള്ളി എന്താ അങ്ങോട്ട് വരാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ പാർക്ക് ചെയ്തിടാം. അപ്പോഴത്തേക്കും പുള്ളി കൊണ്ടുവന്ന് നമ്മുടെ അടുക്കയിൽ പാർക്ക് ചെയ്തിടുമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു സിവിക്ക് വെച്ചൊരു ബ്രോ അവിടെ നിൽപ്പുണ്ട്. ആ പുള്ളിയാണെങ്കിൽ ഇങ്ങോട്ട് വരുമെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പുള്ളി വരുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്കാണെങ്കിൽ ഇവിടുന്ന് ഒരു പിക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആ ഒരു മച്ചാൻ BM എടുത്തിട്ട് നേരെ അവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ കുറച്ച് അനങ്ങുന്നുള്ളൂ. അപ്പോഴേ ഞാൻ ഓർത്ത് എന്തോ നെറ്റിൻ്റെ ഇഷ്യൂ ആണ് പുള്ളിക്കെന്ന്. എന്തായാലും പുള്ളിയാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ കാറ് ലോക്ക് ചെയ്തിട്ടത്. കാർ അല്ലെങ്കിൽ ഈ പുള്ളി എടുത്തുകൊണ്ട് പോകും. ഈ പുള്ളിയുടെ ഒരു മൈൻഡ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കാർ എടുത്തുകൊണ്ട് പോകുന്നു. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് പുള്ളിക്ക് നമുക്ക് ഓടിക്കാനായിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ബ്ലാക്ക് കാറ് കാണുന്നില്ല. അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പുള്ളിയുടെ റേഞ്ച് പോയിട്ട് പുള്ളി അവിടെ നിന്നതാന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ലോങ്ങിൽ നിന്നൊരു നീല വണ്ടി വരുന്നുണ്ട്. എന്താ ഒരു നീല കളറാണ്, അത് ഏതാണെന്ന് അറിയത്തില്ല. ഈ ഒരു മച്ചാൻ്റെ വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒരു ഫുള്ളായിട്ട് ബ്ലൂ കളറായിട്ടുള്ള ഒരു സിവിക്കാണ് പുള്ളിക്കാരൻ കൊണ്ടുവന്നത്. എന്തായാലും വലിയ രീതിക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ CPM 2 ഈ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാതാണോ ഗീസ് നിങ്ങൾ വണ്ടി കൊണ്ട് നടക്കുന്നത്? CPM 2 കളിക്കുന്നവരെയും ഞാൻ അങ്ങനെ കാണാറില്ല. എന്തായാലും ഗീസ് നമുക്ക് ഇനി CPM 2 കുറച്ച് വീഡിയോ ഇട്ട് പോകാം. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, CPM 1 കളിക്കുന്നവർക്ക് നമ്മൾ കുറേയധികം വീഡിയോസ് ഇടുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ CPM 2 കളിക്കുന്നവർക്ക് ഇത് കളിച്ചൊരു മോട്ടിവേറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബറും ഇല്ലെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പം കുറച്ച് പേരൊക്കെ തുടങ്ങുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരു സ്റ്റാർട്ടിങ് ഒക്കെയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗീസ് എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. CPM 2 കളിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചാനലൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആ ഒരു മച്ചാൻ ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു ഓറഞ്ച് കളറാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു ഓറഞ്ച് കളറാണ്. പിന്നെ കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോയുടെ BM അപ്പം ബ്രോ സെല്ലാക്കിയോ, ബ്രോയുടെ CPM 1 കിടക്കുന്ന BM എന്ത് ചെയ്യുന്ന? ഈ ഒരു കഥകളിയുടെ മോഡൽ തന്നെ CPM 1 നമ്മൾ ചെയ്ത ഒരു BM ഉണ്ടായിരുന്നു അത് എന്നെ അറിയാവുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഫ്രണ്ടായ സ്കൈപ്പിൻ്റെ കയ്യിലാണ് നമ്മളിപ്പോൾ ആ വണ്ടി കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ കയ്യിലാണെങ്കിൽ സേഫാണ്. കാരണം നമ്മൾ കൃഷ്ണൻ്റെ BM ചെയ്ത കാരണം തന്നെ ഇതിനകത്തോട്ട് അത് മേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ BM ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അത് കാരണം തന്നെ ഞാൻ സ്കൈപ്പിൻ്റെ കയ്യിൽ ഇപ്പം ഭദ്രമായിട്ട് സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്.
എന്തായാലും ഗീസ് ഞാനാണെങ്കിൽ ഇവരെയൊക്കെ വെച്ച് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ആകപ്പാട് മീറ്റ് വെച്ചിട്ട് വന്നത് 3 പേരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, CPM 2 കളിക്കുന്നവർ കുറച്ച് പേരെ ഉള്ളെന്ന് തോന്നുന്നു ഗീസ്. ഞാൻ ആദ്യമൊക്കെ CPM 2ൻ്റെ വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നതെങ്കിലും അന്ന് എനിക്ക് നല്ല രീതിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ അത് കുറഞ്ഞു വന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. CPM 2 കളിക്കുന്നവർ ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ, അതൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഗീസ് നിങ്ങൾ CPM 2 ആണോ 1 ആണോ എന്ന് കളിക്കുന്നതെന്ന് മസ്റ്റേഡും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഗീസ് പുള്ളിയാണെങ്കിൽ എന്തൊക്കെയോ എൻ്റെ അടുക്ക് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. ഇപ്പൊ തന്നെ കുറെ വട്ടം എന്തായാലും എന്ന് പറഞ്ഞ ആ വാക്ക് യൂസ് ചെയ്ത് വെച്ചാൽ അത് കുറച്ച് കുറക്കണം. ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ഗീസ് അതിന് ബോറടിയുണ്ടോ? എനിക്കാണെങ്കിൽ എന്തായാലും എന്ന് പറഞ്ഞ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നു പോകും ഗീസ്. ബോറടി ആണെങ്കിൽ ക്ഷമിക്കണം, ഞാനാണെങ്കിൽ പറഞ്ഞ് ശീലിച്ച കാരണം അതെപ്പോഴും ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഞാൻ അത് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അവൻ പറഞ്ഞ കാരണം ഉറപ്പായിട്ട് നമ്മളത് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാം ഗീസ്. ഇവിടെ ആകപ്പാട് 3 പേരെ വന്നിട്ടുള്ളൂ. അത് കാരണം ഞാൻ CPM 2ൻ്റെ റൂം ഇട്ടിട്ട് നമ്മുടെ ഇൻസ്റ്റയിലാണ് ഐഡിയും പാസും ഒക്കെ ഇട്ടിരുന്നത്. പക്ഷേ ആകപ്പാട് കയറി വന്നത് ഒരു 3-4 പേരാണ്. ഇനി അങ്ങോട്ട് പോകെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആരൊക്കെയാണ് വന്നതെന്ന്. എന്തായാലും അവരാണെങ്കിൽ കിടിലം പോലത്തെ വണ്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗീസ് ഏകദേശം ഒരു 3-4 അല്ല ഗീസ്, ഒരു 4-5 പേര് വന്നെന്നാണ് തോന്നുന്നത്. എന്തായാലും അവരുടെ വണ്ടി കാണാമായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വണ്ടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ഏത് വണ്ടിയാണെന്നൊക്കെ അറിയാൻ വേണ്ടി മസ്റ്റായിട്ട് നിങ്ങൾ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് CPM 2 കളിക്കുന്നെങ്കിൽ കൂട്ടുകാരിലേക്ക് മാക്സിമം ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈസ് അങ്ങനെ നമ്മളാണെങ്കിൽ നേരെ നമ്മുടെ ഈ വെള്ളമൊക്കെയുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ബോട്ട് ചട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ ബോട്ടൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ CPM 1 ഇങ്ങനത്തെയൊക്കെ സ്ഥലം ഉണ്ടെങ്കിലും പക്ഷേ ആൾക്കാർ ഇവിടെ ഒരുമാതിരി കൈയൊക്കെ കൊട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒരു ചേച്ചി ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അതെല്ലാം കാണിച്ചു തരാം. ഞാൻ നൈസായിട്ട് ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിടുവാണ്. വണ്ടി ഞാൻ ലോക്ക് ആക്കുന്നില്ല, കാരണം ഗീസ് അവർക്ക് ഓടിക്കണമെങ്കിൽ അവരെടുത്ത് ഓടിച്ചോട്ടെ. ഞാൻ ജസ്റ്റ് ഓടിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് ഇടുവാണ്. നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞു. എന്തായാലും അപ്പോഴാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം കുറേ പേര് അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചെവിയിൽ എന്തോ വെച്ചുകൊണ്ട് അവരെന്തോ പറയുകയാണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഇടിവെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. ഇടയ്ക്ക് ഒരാൾ കൈവെക്കും, ഇടയ്ക്ക് മറ്റേ ആൾ കൈവെക്കി ക്ലാപ്പ് അടിക്കുന്നതാണോ എന്തോ പറയുന്നതാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പച്ച ചേച്ചി അങ്ങോട്ട് നിന്ന് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പുള്ളിക്കാരിയാണെങ്കിൽ മിണ്ടുന്നുമില്ല, എല്ലാവരും നമുക്ക് വളച്ചിങ് എടുക്കാമായിരുന്നു. പിന്നെ ഇപ്പൊ തന്നെ കിട്ടും ബ്രോ. അത് ഈ സിറ്റിയിലെ ഡോണിന്റെ ലൈനാണ് കേട്ടോ. അവളെ വളയ്ക്കാനൊന്നും ബ്രോയ്ക്കൊന്നും പറ്റത്തൊന്നുമില്ല. നല്ല ഇടി. എൻ്റെ പൊന്നോ മൂർഖനെയാണല്ലോ ഗൈസ് ചവിട്ടിയത്. ഈ സിറ്റിയിലെ ഡോണോ? എന്തായാലും നമ്മൾ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡോണിനെ എല്ലാം ചവിട്ടി വശത്തേക്കാക്കാം. എന്നിട്ട് ആ പെണ്ണിനെ അങ്ങോട്ട് വളയ്ക്കാം നമുക്ക്. എന്തായാലും നമുക്ക് അതിൻ്റെ കാര്യം നോക്കാം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഗൈസ് ഇവിടെ മൊത്തം 2 സിവിക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ മാപ്പിൽ കണ്ട നീല വണ്ടി മറ്റേ സിവിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്കാർക്കും നല്ല സ്റ്റിക്കർ വർക്ക് ചെയ്തുള്ള വണ്ടി ഇല്ലേന്ന് ഞാൻ അപ്പോൾ ആലോചിച്ച് പോയി ഗീസ്. ഇതിൻ്റെ അകത്ത് ആൾക്കാരെല്ലാം സ്റ്റിക്കർ വർക്ക് ചെയ്യാത്ത വണ്ടിയാണോ കൊണ്ടു നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ നീറ്റായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ ഒരു BM മാത്രമേ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് ഇറക്കിയുള്ളൂ. വേറൊരു വണ്ടിയോ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു മച്ചാൻ ഇത് LC ആണെന്നാണ് ഈ തോന്നുന്നത്. ഒരു LC കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു LC എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒടുക്കത്തെ ലാഗ് അടിക്കുന്നു. ഈ ഒരു CPM 2 കളിക്കുന്ന കാരണമായിരിക്കാം ചിലപ്പോൾ ഇത്രയധികം പ്രശ്നം. പുള്ളിക്കാരനാണെങ്കിൽ ഇറങ്ങി തന്നിട്ടുണ്ട്. നമുക്ക് ഓടിക്കാനുള്ള ഒരു ഇതുണ്ടാക്കി തന്നെയാണോ എന്ന് അറിയത്തില്ല. എന്റെ വണ്ടി ആയതുകൊണ്ട് പറയുമല്ലോ ജില്ലെന്ന് പറഞ്ഞ് ഓടും. ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊള്ളാമല്ലോ ഗീസ്. ജില്ലെന്ന് പറഞ്ഞ് ഓടാം. ഇതുപോലെ കുതിര വല്ലതും ആണോ ഗീസ്? എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം. വണ്ടിക്കാണെങ്കിൽ ഞാനിപ്പം നേരെ എല്ലാം സെറ്റാക്കിയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഗീസ് ഒരു കിരീടം പോലെ എൻ്റെ തലയുടെ മേളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതെന്താണ് ഐറ്റം എന്ന് എനിക്കറിയത്തില്ല ഗീസ്. അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് താഴെ ഒന്ന് പറഞ്ഞു തന്നേക്കാം. അപ്പോഴത്തേക്കും ഗൈസ് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു സിവിക്ക് എടുത്തുകൊണ്ട് നേരെ പോയിട്ടുണ്ട്. ആ പുള്ളിയാണ് എൻ്റെ വണ്ടിയുടെ പുറകെ പോയതാണെന്ന് തോന്നുന്നത്. കാരണം മറ്റേ മച്ചാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എന്തായാലും ഞാൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് മേലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവരെന്നാ കണ്ടിട്ടാണ് ഈ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. CPM 1 അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ CPM 2 കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഞാനാണെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ച് നേരെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓടിച്ചപ്പം എനിക്ക് തോന്നി അടിപൊളിയായിരിക്കുന്നു. പക്ഷേ വലിയ രീതിക്ക് സ്പീഡ് കുറവാണ്. ഞാൻ കൈ കൊടുത്തിട്ടും കയറുന്നില്ല. ഈ കാല് നേരെ ചവിട്ടി പിടിച്ചിട്ടും കയറുന്നില്ല. ആക്സിലേറ്റർ രീതിക്കാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും കയറുന്നില്ല. ഇങ്ങനെ ഇരച്ചരച്ച് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഞാൻ ഇവിടെ ഇടിച്ചായിരുന്നു. ജസ്റ്റ് വണ്ടി വളച്ചിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ പോകാനായിട്ട് പോവാണ്.
എന്തായാലും ഈ പുള്ളിയാണെങ്കിൽ നമ്മളെ നോക്കി അവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഫ്രണ്ട് ഇടിച്ച് നമ്മൾ ചളുക്കിയിട്ടുണ്ട്. പുള്ളിയുടെ നല്ല വണ്ടിയായിരുന്നു. പുള്ളിയുടെ കയ്യിൽ നിന്ന് തെറിയിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട് ചെറുതായിട്ട് ചളങ്ങിയതേ അല്ലേ ഉള്ളൂ, വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. സൈഡാണ് ചളങ്ങിയത്, എന്നാലും ചെറുതായിട്ടേ ഉള്ളൂ. പുള്ളിക്ക് തന്നെ നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാം. അതിൻ്റെ അടുക്കാണെങ്കിൽ ആ മച്ചാൻ സിവിക്കിയും കൊണ്ട് കയറി വന്നിട്ടുണ്ട് ഗീസ്. എനിക്കാണെങ്കിൽ ഈ വണ്ടി വളച്ചെടുക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നല്ല രീതിക്ക് ബാക്കോട്ട് എടുത്തിട്ട് നേരെ ഫ്രണ്ടോട്ട് എടുത്ത് പുള്ളിയുടെ അടുക്കിലോട്ട് തന്നെ പോവാണ്. ബ്രോ ഇതെന്താ ബ്രോ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ളായിട്ട് ചളങ്ങിയിരിക്കുന്നു? അയ്യോ ബ്രോ, അതെ ചെറുതായിട്ടൊന്ന് തട്ടിയായിരുന്നു, വേറൊരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഗീസ് ഞാനാണെങ്കിൽ പുള്ളിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി പ്രശ്നമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു ബഗ് അടിച്ചു. ഇങ്ങനത്തെ ബഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. CPM 2 നമുക്ക് വന്നൊരു ബഗ്ഗാണ്. ഇതാണെങ്കിൽ മാറുന്നില്ല ഗീസ്. ഞാൻ കുറേ നേരം നോക്കി, ലാസ്റ്റ് മാറാതായപ്പോൾ എനിക്ക് വട്ടടിച്ചിട്ട് ഞാൻ ബാക്കാക്കി. എന്തായാലും ഗീസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി തൊട്ട് നമ്മൾ CPM 2 വീഡിയോസൊക്കെ ഇട്ട് വരുന്നതായിരിക്കും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.